ഇടുക്കി പൂപ്പാറയിൽ പട്ടാപ്പകൽ വീട്ടിൽ വൻ കവർച്ച. 10 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും കവർന്നു. പൂപ്പാറ സ്വദേശി ജോഷിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടമ്മയുടെ മുന്നിലൂടെയാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത്. ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, 1ഉം 2ഉം അല്ല, 10 പവനാണ്. ഇന്നത്തെ സ്വർണ്ണവില കൂടി പരിഗണിക്കുമ്പോൾ എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം 1 ലക്ഷം രൂപ വേറെ നഷ്ടമാവുകയും ചെയ്തു. ആരാണ് ഈ കള്ളൻ? ഈ കള്ളനെ ഈ വീട്ടമ്മ കണ്ടിട്ടുണ്ടല്ലോ. പരിസര പ്രദേശങ്ങളിലുള്ള ആളാണോ? എന്താണോ പോലീസ് പറയുന്നത്? പൂപ്പാറയിൽ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മോഷണം നടന്നിരിക്കുന്നത്. സാധാരണ രാത്രി സമയങ്ങളിലാണ് ഈ മോഷണം നടത്തുന്നതെങ്കിൽ ഇന്ന് പട്ടാപ്പകലാണ് പൂപ്പാറയിൽ മോഷണം നടന്നിരിക്കുന്നത്. വീട്ടിൽ ആളുകൾ ഉള്ള സമയത്താണ് 10 പവൻ സ്വർണവും 1 ലക്ഷം രൂപയും മോഷണം പോയിരിക്കുന്നത്. പൂപ്പാറ സ്വദേശിയായിട്ടുള്ള ജോഷിയുടെ വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ജോഷിയുടെ ഭാര്യ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവർ കുളിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ മോഷ്ടാവ് വീട്ടിൽ കയറുകയും അലമാരയിൽ ഉണ്ടായിരുന്ന കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്ത പൈസയും സ്വർണവും മോഷണം പോയിരിക്കുന്നത്. ഈ സ്ത്രീ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അപരിചിതനായിട്ടുള്ള ഒരാൾ വീടിന്റെ അകത്ത് നിൽക്കുന്നത് കാണുന്നത്. ശബ്ദം വെച്ചതോടുകൂടി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഈ സിനി പോലീസ് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ചുമന്ന വസ്ത്രം ധരിച്ച മുഖം പൂർണ്ണമായും മൂടിയിട്ടുള്ള ഒരാളാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്നും ഈ കുടുംബം പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ജോഷി അടങ്ങുന്ന കുടുംബാംഗങ്ങൾ പറമ്പിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഭാര്യ മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും സാഹചര്യങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഈ ജോഷി ഉൾപ്പെടെയുള്ള ആളുകൾ പറമ്പിലേക്ക് പോകുന്നു. ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യ കുളിക്കാൻ കയറുന്ന സമയം നോക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൃത്യമായി നിരീക്ഷിച്ച ആൾ തന്നെയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഈ കുടുംബവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള ആളാണോ മോഷണം നടത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതിയെക്കുറിച്ച് കൃത്യമായി തന്നെ സൂചന പോലീസ് ലഭിച്ചതായി പറയുന്നുണ്ട്. ഉടൻ തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈ പൂപ്പാറ, ശാന്തൻപാറ, രാജാക്കാട് മേഖലകളിലുള്ള സ്വർണ്ണ വ്യാപാരം അല്ലെങ്കിൽ സ്വർണ്ണപ്പണയം സ്വീകരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ 10 പവൻ സ്വർണ്ണവുമായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ ശാന്തൻപാറ പോലീസിനെ വിവരം അറിയിക്കണം എന്ന കാര്യം കൂടി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പട്ടാപ്പകൽ പൂപ്പാറയിൽ നടന്നിരിക്കുന്നത്. അതിലാണ് 1 ലക്ഷം രൂപയും 10 പവൻ സ്വർണവും കാണാതായിരിക്കുന്നത്. അതെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടാപ്പകൽ മോഷണം, അതും വീട്ടുകാരുടെ കൺമുന്നിൽ കൂടി 10 പവനുമായി കടന്നു കളയുന്നു എന്നുള്ള സ്ഥിതിയാണ്. എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്.